ഗാസയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രതീക്ഷയോടുകൂടി വെടിയേൽക്കില്ല, രക്തം ചിന്തപ്പെടില്ല, ബലാത്കാരം ചെയ്യപ്പെടില്ല എന്നുള്ള വിചാരത്തോടുകൂടി വെളിയിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കഴിയുമെന്ന് ഇവിടെ നിന്ന് നമ്മൾക്ക് പറയാനേ കഴിയുകയുള്ളൂ. വലിയ ഒരു സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെതായ വാർത്ത ഇപ്പോൾ ലോകത്ത് നിന്നുണ്ടായിരിക്കുന്നു. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു. ഏത് നിമിഷവും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെടാതെ വന്നേക്കാം എന്നുള്ള നിലയ്ക്ക് ഹമാസ് ബന്ദികളാക്കിയിരുന്നവരുടെ പട്ടിക ആദ്യം പുറത്തുവിടാൻ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നാവിൽ നിന്ന്, ഇസ്രയേലിൻ്റെ നാവിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ ഇന്ന് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് ഇസ്രയേലിന് കൈമാറിയതിന് പിന്നാലെ വെടിനിർത്തലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതുല്യ രാമേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആരുടെയൊക്കെ മോചനം ആണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്? ആരുടെയൊക്കെ മോചന പേരുകളാണ് ആദ്യഘട്ടമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹമാസ്? അതുല്യ രാമേന്ദ്രൻ. ആദ്യഘട്ടത്തിൽ 95 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുകയും അതിന് പകരമായി ഹമാസ് ബന്ദികളാക്കിയ 3 ഇസ്രായേലി പൗരത്വമുള്ള 3 പേരെ ഹമാസ് മോചിപ്പിക്കും എന്നതായിരുന്നു ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഉപാധി എന്നത്. ഈ പട്ടിക പുറത്തുവിടാത്തതിനെ തുടർന്നാണ് ഏതാണ്ട് 3 മണിക്കൂറോളം ഈ വെടിനിർത്തൽ കരാറിൽ ഒരു കാലതാമസമുണ്ടായത്. ആദ്യം ഹമാസ് ഈ ഉപാധികൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് വരികയായിരുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപെയാണ് ഇത്തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്. ഇന്ന് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ല എന്നും അതിനാൽ തന്നെ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കണം എന്നുമുള്ള രീതിയിൽ. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഹമാസ് 3 ഇസ്രായേലി പൗരത്വമുള്ള 3 സ്ത്രീകളെ മോചിപ്പിക്കും എന്ന് അറിയിക്കുകയും ആ മോചിപ്പിക്കുന്ന 3 ആളുകളുടെയും വ്യക്തി വിവരങ്ങൾ പുറത്തുവിടുകയുമായിരുന്നു. ടെലഗ്രാം എന്ന മാധ്യമം വഴിയാണ് ഇസ്രായേലിലേക്കുള്ള അവരുടെ പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് ഹമാസ് ഈ 3 പേരുടെയും പട്ടിക അല്ലെങ്കിൽ 3 പേരുടെയും വിവരങ്ങൾ കൈമാറിയത്. റോമി ഗോണൻ, ഡോറൻ സ്റ്റെയിൻബച്ചർ, എമിലി ഡമാരി എന്നിങ്ങനെ 3 സ്ത്രീകളെയാണ് ഇന്ന് ഇസ്രായേലി ഹമാസ് ബന്ദികളാക്കിയ 3 പേരെയാണ് ഇന്ന് മോചിപ്പിക്കുക. ഈ 3 പേരുടെയും പേര് വിവരങ്ങൾ ലഭിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് സ്ഥിരീകരണം വന്നിരുന്നു. ആ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നത് ഔദ്യോഗികമായി തന്നെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. ഇതിൻ്റെ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടായിരുന്ന ഖത്തർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇതിനെ തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രാദേശിക സമയം 2 മണി, ഗാസയിലെ 2 മണിക്കാണ് ഈ കരാർ ഔദ്യോഗികമായി നിലവിൽ വരിക. അതിനുശേഷം ബന്ദികളെയും തടവുകാരെയും സമാന്തരമായി തന്നെ മോചിപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും 15 മാസം നീണ്ട, ഏതാണ്ട് 1.5 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിന്, ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് വെടിനിർത്തൽ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായേക്കും എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ആ നിമിഷം തന്നെ ഗാസയിൽ പലയിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു കരാറിന് അംഗീകാരം നൽകുന്നതിന് സാങ്കേതികമായ നിരവധി തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ആ ഒരു കരാറിൻ്റെ ഉപാധികളുടെ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരാർ അംഗീകരിക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു സുരക്ഷാ കാര്യ ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റ് യോഗം ചേരുകയും അതിൽ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് അനുകൂലമായി ഒരു വോട്ടെടുപ്പ് ഉണ്ടാവുകയും ചെയ്തു. 16 പേരാണ് ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അതിനുശേഷം ഈ ക്യാബിനറ്റിന്റെ വോട്ടെടുപ്പിന് ശേഷം അത് മുഴുവൻ മന്ത്രിസഭയ്ക്കും വോട്ടിന് വേണ്ടി വിടുകയായിരുന്നു. സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചതിന് ശേഷം പൂർണ്ണ മന്ത്രിസഭാ യോഗവും ഈ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിനും ശേഷമാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയുള്ളൂ. എന്നാൽ ആ ഒരു കാലയളവിൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച കരാർ നിലവിൽ വന്നേക്കും എന്ന വാർത്ത ലോകത്ത് പുറത്തു വന്നതിന് ശേഷം കരാർ അംഗീകരിക്കുന്നത് വരെയുള്ള ആ ഒരു 72 മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടത് 111 പലസ്തീൻകാരാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ചും ലോകരാജ്യങ്ങളെല്ലാം വളരെ ദിവസങ്ങളായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എന്നാണ് പൂർത്തിയാവുക, അല്ലെങ്കിൽ എന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചപ്പോഴും വെടിനിർത്തൽ ഉണ്ടായേക്കും എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോഴുമൊക്കെ
ലോകരാജ്യങ്ങളുടെ എല്ലാം തന്നെ, പ്രത്യേകിച്ചും ഖത്തർ, സൗദി പോലുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളും അമേരിക്ക പോലുള്ള വലിയ ശക്തിയായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളടക്കമുള്ളവർ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മരണങ്ങളുടെ വാർത്ത പുറത്തു വരുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പും അതുപോലെ തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകാനുള്ള ഒരു സമ്മർദ്ദവും ശക്തമായിരുന്നു. എന്തായാലും അതിനെയെല്ലാം തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾക്കും എല്ലാം അവസാനം 3 മണിക്കൂർ വൈകിട്ടാണെങ്കിൽ പോലും ഗാസയിൽ വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി കൂടുതൽ 6 ഘട്ടമായിട്ടാണ് ഈ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. അതിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നത്, തടവുകാരെ മോചിപ്പിക്കുന്നത്, 6 ആഴ്ചത്തെ ഒരു വെടിനിർത്തൽ, അതിനുശേഷം മറ്റ് ഉപാധികൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഈ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ 2 രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധത്തിന് പരിഹാരം കാണാനാകുമോ എന്നതിൽ എത്രമാത്രം പ്രായോഗികത ഉണ്ട് എന്നുള്ളത് അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പ്രശ്നങ്ങളുടെ സങ്കീർണത വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്ര എളുപ്പത്തിൽ സമാധാനം കൈവന്നു എന്നത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പ്രാഥമികമായി ഗാസയിൽ വെടിയൊച്ചകൾ താൽക്കാലികമായെങ്കിലും നിലച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഗാസയിലെ ജനങ്ങൾക്ക് വെടിയൊച്ചകളുടെ ശബ്ദമില്ലാതെ കിടന്നുറങ്ങാം. ഗാസയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഇസ്രായേലിലെ ഗാസയിലെ ജനങ്ങൾക്കും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഇന്ന് രാത്രി എന്ന് അതുല്യ പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിയുള്ള രാത്രികൾ എന്ന് പറയുന്നില്ല. അത് അതുല്യ മനഃപൂർവ്വം തന്നെയാണ് ഇന്ന് രാത്രി എന്നുള്ള വാക്ക്, ചുരുങ്ങിയത് ഇന്ന് രാത്രി എങ്കിലും എന്നുള്ളത് മനഃപൂർവ്വം തന്നെയാണ് അതുല്യ പറയുന്നത്. കാരണം ഇനിയുള്ള രാത്രികൾ എക്കാലവും എല്ലാ രാത്രികളും സുനിശ്ചിതമായി സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ കഴിയില്ല എന്ന് ഗാസയിലുള്ളവർക്ക് തന്നെ അറിയാം. എന്ന് മാത്രമല്ല, ഈ സമാധാന കരാറിനെ കുറിച്ചുള്ള ഈ റിപ്പോർട്ട് അതുല്യ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പശ്ചാത്തലത്തിൽ നൽകിയിരുന്നത് 2 ദൃശ്യങ്ങളാണ്. അതിൽ ഒന്നിൽ പുരുഷന്മാർ വലിയ രീതിയിൽ ഡ്രമ്മിൽ അടിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. മറ്റൊന്ന്, ആക്രമണങ്ങളുടെ കാലത്ത് കുഞ്ഞുങ്ങളടക്കം കൊല ചെയ്യപ്പെട്ട സ്ത്രീകൾ അലമുറയിട്ട് നിലത്ത് ഇരുന്ന് അവരുടെ വസ്ത്രവിധാനത്തെക്കുറിച്ച് പോലും ആലോചിക്കാതെ ഒരു സ്ത്രീ ഒന്ന് ഉറഞ്ഞ് സംസാരിക്കണമെങ്കിൽ, കൈ ഉയർത്തണമെങ്കിൽ അവരുടെ പർദ്ദ ഇളകാതെയൊക്കെ നോക്കേണ്ടതുണ്ട് എന്നതാണ് വ്യവസ്ഥ. അതൊന്നും അവർ നോക്കാതെ അലമുറയിട്ട് ആകാശത്തേക്ക് കരയുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു അനുഭവം തന്നവരോട് പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങളും നമ്മൾ തൊട്ടുമുമ്പ് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇനിയുള്ള രാത്രികൾ എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നത്തെ രാത്രി മാത്രമല്ല, ഇനിയുള്ള രാത്രികളിലേക്ക് എന്ന് പറയുമ്പോൾ നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്നു. ജോ ബൈഡനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഇസ്രയേലിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് എടുത്തിട്ടുള്ളത്, അമേരിക്ക മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അമേരിക്ക മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ട്രംപിന് സവിശേഷമായ വ്യക്തിതാല്പര്യങ്ങൾ കൂടിയുണ്ട്. അതും ഇതും തമ്മിൽ ഏത് രീതിയിൽ ആണ് ഇനി ബന്ധിക്കപ്പെടാൻ സാധ്യതയുള്ളത്? മറ്റുള്ള ഉപാധികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ വെടിനിർത്തൽ തകരാതിരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നതെങ്കിലും അതിനുള്ള സാധ്യതകളും അടുത്ത ദിവസങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായും ബനേഷ്, ഒരു രാത്രി എന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇത്. കേവലം ഇസ്രായേൽ ഗാസയ്ക്കിടയിൽ ഒരു അതിർത്തി തർക്കമല്ല ഇത് എന്നുള്ളതാണ്. കാലങ്ങളായി ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ജെറുസലേമിലേക്കുള്ള അവകാശവാദം മുതൽക്ക് ഈ ജൂത അറബ് പാരമ്പര്യങ്ങൾ, വംശീയ പാരമ്പര്യങ്ങൾ തൊട്ട് നിലനിന്ന് പോരുന്ന അത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രപരമായ തർക്കം എന്നതിലുപരി ഒരു സ്വത്വബോധത്തിന്റെ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള യുദ്ധം, വംശീയമായ ഒരു യുദ്ധമാണ് ഇത് എന്നുള്ളത് പകൽ പോലെ തന്നെ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 6 ആഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ വെടിനിർത്തൽ കരാറ് കൊണ്ടോ ഇതിന് പൂർണ്ണമായ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്ന് മാത്രമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾക്ക് സമാധാനത്തോടു കൂടി ആശ്വസിക്കാൻ കഴിയുക.